ഹലോ ഗേൾസ്, വെൽക്കം ടു പല്ലവി ഡയറീസ്. ഇന്ന് ഞങ്ങൾ മാമിക്ക് സർപ്രൈസ് കൊടുക്കാൻ അങ്ങോട്ട് പോവുകയാണ്. ഞാനും അമ്മയും കൂടി ഇതാ കൊയിലാണ്ടിക്ക് പോവാണ്. കൊയിലാണ്ടിയിൽ നിന്ന് ചെറിയമ്മയും കൂടി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. എന്നിട്ട് ഞങ്ങൾ മേമേൻ്റെ അടുത്തേക്ക് പോവാണ്. മേമ ഇതുവരെ അറിയില്ല ഞാൻ വരുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മേമേൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ചെറിയമ്മേനെ കാണാൻ പോകുന്നത്. ഇന്ന് ചെറിയമ്മേനെയും കാണും. അങ്ങനെ ചെറിയമ്മേനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ കൊയിലാണ്ടി എത്തി. ഇനിയിപ്പോൾ ചെറിയമ്മ വരണം, എന്നിട്ട് പോകണം. അപ്പോൾ ചെറിയമ്മേനെയും കാത്ത് കുറേ ബസ്സൊക്കെ ഉണ്ട്, അതിലൂടെ ഇട്ടിട്ടൊക്കെ പോകുന്നു. എനിക്ക് കയറാനുള്ള ബസ് ഇതുവരെ വന്നില്ല. അല്ല, ചെറിയമ്മ ഇതുവരെ വന്നില്ല. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ജോ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും ചെറിയമ്മ വന്നില്ല. ഭയങ്കര കൃത്യനിഷ്ഠ കൊണ്ട് ചെറിയമ്മ ഇപ്പോൾ ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ വണ്ടിയൊക്കെ നോക്കി നിൽക്കുകയാണ്. അവസാനം ഞങ്ങൾക്ക് കയറാനുള്ള ബസ് വന്നു. അപ്പോൾ ചെറിയമ്മ വന്നു. ഞങ്ങൾ കയറി, ബസ്സിൽ കയറി ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ. അങ്ങനെ ഞങ്ങൾ ഉള്ളിയേരി എത്തി. ഉള്ളിയേരിയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് മെനു ഒക്കെ എടുത്തു തന്ന്. അങ്ങനെ ഞാൻ മെനു ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അമ്മ എനിക്ക് ഓർഡർ ചെയ്ത് തന്നത് ഒരു പഴംപൊരി മാത്രമാണ്. അമ്മയും ചെറിയമ്മയും നല്ല രീതിക്ക് കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു പഴംപൊരി മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. അവസാനം ഞാൻ എൻ്റെ പഴംപൊരിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പഴംപൊരിക്ക് വെയിറ്റ് ചെയ്ത് അവസാനം ക്ഷമ കെട്ടപ്പോൾ ഞാൻ വീണ്ടും കുറേ തിരിച്ചും മറിച്ചൊക്കെ നോക്കി, എന്തെങ്കിലും പുതിയ സാധനം കണ്ടാലോ. അവസാനം എൻ്റെ പഴംപൊരി വന്നു. രതീഷ്, രതീഷ്, ഞാനല്ലേ വിളിക്കുന്നത്? ഇങ്ങനെ തുടങ്ങാമോ? രതീഷ്, ഒരാഴ്ചയല്ലേ ജില്ലും കൂട്ടി തുടങ്ങുന്നത്? എണീറ്റ്, ഞാനല്ലേ വിളിക്കുന്നത്? രതീഷ്. പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത് മൊത്തം കഴിച്ച് അവിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. മേമ ഭയങ്കര സർപ്രൈസായി, എനിക്കും ഭയങ്കര സന്തോഷമായി. വൈകുന്നേരം ആയപ്പോൾ ചെറിയമ്മേൻ്റെ സ്റ്റുഡൻറ്റ് വന്നു. പിന്നെ ഈ ഏട്ടനെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.